സാധാരണക്കാരിയായ ശോഭയെ നിയമസഭയിലേക്ക് അയക്കണമെന്നാണ് പറയാ. നാമനിർദ്ദേശ പത്രിക വന്നപ്പോ കോടിപതിയാണതിൽ. നോക്കൂ, അത് ATM പൊളിച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ പണമുണ്ടാക്കിയതല്ല. ഇന്ന് ഞാൻ ഇത് നിങ്ങളെ പൂർണ്ണമായിട്ട് സംപ്രേഷണം ചെയ്യണം. ഈ ചോദ്യം ചോദിച്ചതുകൊണ്ട് എൻ്റെ അമ്മ ക്ലാസ് മുറി കാണാത്ത, എഴുത്തും വായനയും ഇല്ലാത്ത കല്യാണി എന്ന് പേരുള്ള 94 വയസ്സുള്ള ഒരു കൂലിപ്പണിക്കാരിയാണ്. ആ കൂലിപ്പണിക്കാരിയുടെ മകളായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് ഡിഗ്രി വരെ മാത്രമേ പഠിക്കാൻ സാധിച്ചുള്ളൂ. എനിക്ക് എന്നും 3 നേരം ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത ഒരു ഭക്ഷണത്തിന് ആ സമയത്ത് ആഗ്രഹമുള്ള, കൊതിയുള്ള ഒരു സ്ത്രീയായിരുന്നു ശോഭയുടെ ബാല്യവും കൗമാരവും. എന്നാൽ അതിനുശേഷം എനിക്ക് 2 കുട്ടികളുണ്ടായി. ആ 2 കുട്ടികളിൽ ഒരാൾ ഇന്ന് ഇന്ത്യയിലെ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസിക്ക് 3 വലിയ ലോകോത്തര യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുകയും ഒരു കാലിഫോർണിയ ബർക്ക്ലിയിലെ ആ പഠനവും കഴിയുകയും ജർമ്മനിയിലെ സയന്റിസ്റ്റ് എന്നുള്ള രൂപത്തിൽ അവിടെയും ജോലി ചെയ്യുകയും അതിനുശേഷം അമേരിക്കയിലെ ലോകത്തെ ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ തലപ്പത്ത് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ഒരു വർഷത്തെ സാലറി പോലും ആയിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ്റെ മകന് കോടികൾ ശമ്പളം കിട്ടുന്ന ജോലി ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. ഞാൻ കൂലിപ്പണിക്കാരിയായിട്ട് എല്ലാ കാലത്തും കിടക്കണം എന്നുണ്ടോ?